ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫാഷൻ ഗെയിമിംഗ്. സോ ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് അല്ല കളിക്കുന്നത്. അതിനുവരെ നമ്മളൊരു പുതുമക്കായിട്ട് നമ്മൾ ലെവൽ ഡെവിൽ എന്ന് പറയുന്ന ഒരു ഗെയിം കളിക്കാൻ പോവാണ്. സോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഭയങ്കര ട്രെൻഡിങ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കും. നമുക്ക് വേഗം അയക്കാണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു ഗെയിം, ലെവൽ ഡെവിൽ. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സോ ഇത് അത്യാവശ്യം ട്രെൻഡിങ് ആണ്. ഇപ്പോൾ മിക്ക യൂട്യൂബേഴ്സും കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ? നമുക്ക് തുടങ്ങാം. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാനിത് കുറച്ച് യൂട്യൂബേഴ്സ് കളിക്കണതാണ്. ഞാൻ കളിച്ച് നോക്കട്ടെ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ അറിയാം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട്. സോ ഇനി അടുത്തത് വരുന്നത് അതുപോലെ തന്നെ. ഇത് വേറെ അത്യാവശ്യം ഇത് എന്തെങ്കിലും പണി വെക്കും ഗൈസ്. അതാണ് ഈ ഗെയിമിൻ്റെ മെയിൻ. ഇത് ഞാൻ ഈസി ബ്രോ, അത് അങ്ങ് പെട്ടെന്ന് കണ്ട. ഇനി എന്തെന്നെ എടാ എന്തുവാണ് ഇതാണ് ഗൈസ് ഈ ഗെയിമിൻ്റെ കുഴപ്പം. നമ്മളിപ്പോൾ ഇങ്ങനെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കുഴി വരും, അല്ലെങ്കിൽ മുള്ളു വരും. അങ്ങനെയാണ് ഗൈസ് ഈ ഗെയിം. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. കേട്ടോ, ഇത് നമ്മൾ ഒരു പ്രാവശ്യം തോക്കാണെങ്കിൽ നമുക്കിത് പ്രോപ്പറായിട്ട് കളിക്കാൻ പറ്റില്ല. ഇത് ഇപ്പോൾ അടുത്ത വേണ്ട, അങ്ങനത്തെ ഒരു ഗെയിമാണ് ഗൈസ് ഇത്. ഓക്കെ ഗൈസ്, അടുത്തത് വരുന്നത് ഇത് അതുപോലെ തന്നെയാണോ? എടാ എന്ത് ഇതാണ് ഗൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഓരോ ട്രാപ്പാണ് ഗൈസ് ഇത്. ഓക്കെ ഗൈസ്, സെറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ടാമത്താവില്ല. ഓക്കെ ഗൈസ്, ഇത് തന്നെ. ഇത് മുള്ളുണ്ട് ഗൈസ് ഇപ്രാവശ്യം. ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എടാ എന്ത് ബ്രോ, വാട്ട് ബ്രോ? എടാ ഇതാണ് ഈ ഗെയിമിൻ്റെ കുഴപ്പം. അതാണ്. പക്ഷെ നമ്മൾ ശാന്തോട്ട് കളിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈസി ബ്രോ, ഈസി. ഓക്കെ, ഇനി എന്താ ഇത് നീങ്ങും കളിച്ചുകൊണ്ട് പോകുന്നത്? അതാ ഇത് എന്ത് പറയാം. ഇങ്ങനെയാണ് ഗൈസ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തേക്കുന്ന ആൾക്ക് എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇയാൾ ഇങ്ങനെയാണ് ഈ നമ്മൾ ജയിക്കാൻ പാടില്ല ഗൈസ്. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയത്. ഇതെനിക്കറിയാം എന്താ സംഭവം. എനിക്ക് തോന്നുന്നു ഇപ്പുറത്തോടെ ആടുമ്പോൾ ഇത് വരും. അയ്യോ, നമ്മൾ ഒരു പ്രാവശ്യം തോക്കാണ്ട് നമുക്കിത് എനിക്ക് എങ്ങനെ എന്ത് പാടും. ഓക്കെ ഗൈസ്, ഓക്കെ ജി ഓക്കെ, അന്ന് തൊട്ടാണ് ഇത് ഇതൊക്കെ എളുപ്പമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കുറച്ച് ആദ്യമൊക്കെ എളുപ്പമായിരിക്കും, പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ പാടാവുന്നതാണ് ഗൈസ് പറഞ്ഞത്. എടാ എന്താ അത്? നമ്മൾ ഈ കുഴിക്കാത്ത തിന്നാൽ മതി ഗൈസ്, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ. സിമ്പിളാ. ഞാൻ അവിടെ നോടി വരുമോ? അങ്ങനെയാണ് തോന്നുന്നത് ഗൈസ്. ചില ഭയങ്കര ഇങ്ങനത്തെ ഒരു ഗെയിമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തുള്ള ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഗെയിം. ഇതോ എടാ എന്താ ഇതെങ്ങനെയാണ് നിങ്ങൾ കൊടുത്തില്ല ഗൈസ്? സെറ്റ്. ഓക്കെ ഗൈസ്, ഇത് ഭയങ്കര ടഫ്. ചില സമയത്ത് ഇപ്പം നമുക്ക് കുഴപ്പമുണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് പാടാവുമ്പോൾ നടക്കും. ഇപ്പോഴെങ്ങനെയാണ് ഞാൻ പരിശോധന ഗൈസ്. ഓക്കെ, ഇത് ഒരു ആഡായിരുന്നു. പിന്നെ ഇത് എനിക്ക് ഞാൻ ചിന്തിക്കട്ടെ ഗൈസ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ആയിരുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ചാടിയിട്ട് അപ്പം നമ്മൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചാടണമെന്ന് ഉണ്ടോ? ഇവിടെ എത്തുമ്പോൾ ഇവിടെ പോകും. ഇവിടെ എന്ത് പാടായത്? ഇങ്ങനെയൊക്കെ ഒരു ഗെയിം ഉണ്ടാക്കുന്ന ആർക്കടാ? ഈസി ബ്രോ, ഈസി അല്ല, ടഫായിരുന്നു. അത് ഇത്തിരി ടഫായിരുന്നു, സത്യം പറയാം. ഞാൻ എന്താണ് ഇങ്ങനെ ഗസ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഈ സാധനം. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു ഗെയിമാണ് ഇത്. ഇത് പലവരും കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വാട്ട് ബ്രോ, ഇത് ഞാൻ എന്തിനാണ് ചാടിക്കളഞ്ഞേ? എന്തുവാണ് ഇതിങ്ങനെ? നമ്മൾ അറ്റത്ത് എത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഓക്കെ, ഇതിന് അടുത്ത ലെവലാണ് ഇത്. നമുക്കിത് ഓരോ ലെവൽ വെച്ച് ഇങ്ങനെയാണ് ഗൈസ്. കോയിൻസോ വാട്ട് ബ്രോ, എന്തുവാടെ ഇങ്ങനെ? ഇത് നമ്മൾ ഒരു പ്രാവശ്യം തോക്കണം. നമുക്കിത് എടാ ഞാനിത് എനിക്ക് ന്യൂബാടാ, ഞാൻ സത്യം പറയാം. ഓക്കെ ജി എന്തോ ബ്രോ, വാട്ട്? എടാ എന്തുവാണ് ഇതിങ്ങനെ? സെറ്റ്. എടാ എന്തോന്നടാ, ഇത്രയും വരെ കോയിൻ അല്ലാണ്ട് യുഗേസിൻ്റെ ഹെഡ്സെറ്റ് ഒരു പോയിരുന്നു. സെറ്റ് ഹെഡ്സെൻ്റെ മൈക്കൊന്നും ഊരിപ്പോയെന്ന സംഭവം നോക്കി ഇപ്പോൾ കളി തുടങ്ങാം ബാക്കി. ഓക്കെ, ഇപ്പോൾ ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്ക്
ഇങ്ങനെ ചാടണം കേസ്, ഇത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. പക്ഷേ ഞാൻ കോയിനാണെന്ന് വിചാരിച്ചാൽ നമ്മളത് പോവും. അങ്ങനത്തെ ഒരു ട്രിക്കായിട്ടുള്ള ഗെയിമാണ് കേസ്. ഇനി എന്ത് എടാ എടാ എന്താ ഇതിങ്ങനെ വായി ബ്രോ വായി ഇത് ചാടേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ നടന്നു പോയാൽ മതി. നമുക്ക് അങ്ങനത്തെ കുറച്ച് ട്രാപ്സാണ് കേസ്. ഞാൻ ഇത് ഭയങ്കര ഇത് ഉണ്ടാക്കിയല്ലേ ആന എവിടുന്ന സംഭവം എന്തെങ്കിലും മനസ്സിലാവും. എടാ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാ? ഇവിടെ നിൽക്കാൻ പറ്റും എനിക്ക് തോന്നി. എടാ ഈ ഗെയിം ഡെവലപ്പ് ചെയ്തതിന് ശരിക്കും എന്താടാ ഇങ്ങനെയൊക്കെ നമ്മൾ ജയിക്കരുതെന്നുള്ളൊരു ഗെയിമാണ് ഇത്. പിന്നെ എടാ ഇത് എന്തുടുക്കത്തെ അതേ പോ ഞാൻ ജയിക്കും. എടാ പിന്നെ എടുത്ത് ഷാദൂർ കാണിക്കുക വെറുതെ അടി യൂട്യൂബേഴ്സ് അവിടെ നിന്ന് എന്താവുന്നു മറ്റേ ദേഷ്യപ്പെടുന്നത് ഈ ഒരു അയ്യ നമ്മടുത്ത കളി നമ്മളെ പറ്റിക്കാൻ നോക്കണം. ഇതന്നെ ഇത് കോയിനല്ല കൈസ്. ഞാൻ പറയുന്നത് ഇത് കോയിനല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. കേടാ ഇതന്നെ ഇത് കോയിനല്ല. എനിക്കത് നേരത്തെ തോന്നി അവന്മാർ ഇത് അങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ ഒരു ഇത് വരുന്നത്. ഇത് അങ്ങനെയാണ് ഈ ഒരു ഗെയിം വരുന്നത് തന്നെ. പിന്നെ എടാ അടുത്ത് മൂവ് ആവാൻ തുടങ്ങിയത് അതൊക്കെ ഇതാണ് കൈസ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇങ്ങനത്തെ ഒരു ഗെയിമാണ് കൈസ് ഇത്. ഇത്രയൊക്കെ നമുക്ക് ജയിക്കാൻ ഭയങ്കര പാടാണ്. എടാ ഞാൻ എന്തിനാണ് അങ്ങനെ ചാടുന്ന പൊട്ടാ ആക്സിഡൻറ്റ് ബൈ ബ്രോ കൺട്രോൾ. എടാ പറ്റും. ഇത് എളുപ്പമുള്ളൂ. ഇത് ഭയങ്കര എളുപ്പമായിരിക്കും. ഭയങ്കര എളുപ്പമാണെന്ന് പറഞ്ഞാൽ ഓടപ്പോഷ് ഇത്ര ഉള്ളു. ഇത് ഭയങ്കര ടഫാണ് ഗൈസ്. ഇത് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യത്തെ ലെവലൊക്കെ ഇതെന്നത് ഇതാണ് ഫോർവേഡ്. അങ്ങനെ നമ്മൾ ബാക്ക് പോകുന്നത് അങ്ങനെ അത് തന്നെ. ചേട്ടാ ഞാൻ എന്തുവാണ് നിനക്ക്? ഇങ്ങനെയാണ് കൈസ്. എടി ഗെയിം ഡെവലപ്പർ പേര് മാറ്റി പറയുന്ന കൂട്ടത്തിലാണ് ഒരുമാതിരി. എടാ നീങ്ങട്ടെ എടാ ചേട്ടാ എനിക്ക് എന്തുവാണ് ഇത് ഞാൻ പൊട്ടത്തരം കാണിക്കുന്നത്. ഇത് ഗെയിമിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ തന്നെ പൊട്ടത്തരം കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് സിമ്പിൾ. ഇതിനൊക്കെ കിടന്ന് കാണിക്കുന്നത് പൊട്ടത്തരം കാണിക്കും കിടക്കണം. എടാ ഞാൻ ഈ ലെവലായാലും മറന്നു നടത്തി എടാ ഇങ്ങനെ ഇത്ര ഈ ജമ്പ് അടിക്കുമ്പോൾ ഇത് ഇങ്ങനെ പോണം. എടാ ഈ ഗെയിം ഉണ്ടാക്കിയത് ശരിക്കും എന്താടാ ശരിക്കും ഇങ്ങനെയൊക്കെ ഒരു ഗെയിം ഉണ്ടാക്കാമോ? എടാ ഇത് എടാ എന്തൊരു ഇങ്ങനത്തെ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ കഴിയും. നമ്മൾ ചാടൂല കൈസ് ഇതിനകത്ത് മറ്റേ ലെവലിനകത്ത്. ഇതിനകത്ത് എന്താ പറന്നു പോകുന്നേ ബ്രോ? എടാ വൈ ഇങ്ങനെയാണല്ലോ ഇത് പോകുന്നത്. ഇത് ഇത്രയുള്ള കേസ്. ഇത് നമ്മൾ പറന്നു പോകും കേസ്. അതൊരു വ്യത്യാസമുള്ളൂ. ഇതിനെന്താ ഇത് ഇങ്ങനെയാണ് കേസ്. എടാ ഇതൊക്കെ എന്താ സംഭവം എന്താ വെച്ചാൽ ഈ ഗെയിം ഡെവലപ്പറിൻ്റെ എടാ അവിടെ എത്തുമ്പോൾ ഫോർവേഡും ബാക്ക്വേർഡൊക്കെ പഴയതുപോലെ തന്നെ ആവും. അങ്ങനെ പിന്നെ എന്താ ഇനി ഇത് ഫ്രണ്ടിലോട്ടോ കേസ്. ഇനി ഫ്രണ്ടിലോട്ട് ഓക്കെ സംഭവം ഈ ഗെയിം ഇവിടം വരെ വലിയ കുഴപ്പമുണ്ടാവില്ലെന്നാണ്. ഇപ്പം ഇത്രയും തീർത്ത് ഇനി ഇതും കഴിഞ്ഞ് ഇത്ര ഉണ്ട് കേസ്. ഇത് നോക്ക് എടാ ഇത് മൊത്തം ഇത്ര ലെവൽസ് ഉണ്ട്. ഇത്ര ലെവൽസ് ഇത് ഇത്രയും തീർത്ത് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാന്ത് പിടിക്കുന്നതാണ് പറയുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് കളിച്ചിട്ട് ഫ്രണ്ട്സ് അല്ല എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുറേ ക്ലാസ്മേറ്റ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാനിത് അങ്ങനെ കുറേ പേര് പറഞ്ഞായിരുന്നു ഭയങ്കര ടഫ് ഗെയിമാണ് പ്രാന്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏസ് ചെയ്ത് കളിച്ചു നോക്കുന്നത് വെച്ചാൽ. ഇതെന്നെ ചാടറ ഇതാണ് ഗൈസ് ഗെയിം ഡെവലപ്പറിന് എന്തോ പ്രശ്നമുള്ളൂ. എന്താ മീൻസ് നമ്മൾ ജയിക്കാൻ പാടില്ലെന്ന് നടക്കുന്നു നോക്കാം. ജയിക്കാൻ പാടില്ലെന്നൊരു തീരുമാനം എടുത്തേക്കുന്ന ആളാണ് ഗൈസ്. അപ്പോൾ പുള്ളി അതുകൊണ്ട് നമ്മളെങ്ങനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുള്ളൊരു ഗെയിമാണിത്. ഇതെന്നെ സംഭവം ഇത് എങ്ങനെ വയ്ക്കുന്നത്? എടാ ചാടറ എടാ നീ എന്ത് കാണിക്കണം? ഈ ഗെയിം ശരിക്കും ഇത് ജയിച്ച ആരെങ്കിലും ഉണ്ടോ? സംശയമുണ്ടോ എനിക്ക്. ഇതുവരെ എനിക്ക് ഇച്ചിരി ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറയും?
ചിലത് ഭയങ്കര ഈസി ആയിട്ട് തോന്നും, പക്ഷേ ചിലത് ഭയങ്കര ടഫായിട്ട് തോന്നും. പിന്നെ ഇത് എനിക്കായിട്ടാണ്. ബ്രോ വാട്ട് ബ്രോ? എടാ പറ്റും എന്നെക്കൊണ്ട് പറ്റും കേസ് ഉറപ്പായിട്ട്. എടാ പോലെ എടാ ഈസി ബ്രോ. അപ്പോൾ ഗൈസ് എന്തൊക്കെ ഈ വീഡിയോ എത്രയുള്ളൂ. ഇനി എൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്തോടെ കാണാം. ടാറ്റാ ബൈ.